നമസ്കാരം സാർ. ഞാൻ വയനാട്ട് ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിക്കാം. അത് നിങ്ങൾ നോക്കിയതിന് ശേഷം അഭിപ്രായം പയ്യെ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലാവും. വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത്. വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ജനങ്ങളെല്ലാവരും കണ്ടല്ലോ, അധികാരികൾ കണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഞമ്മ അറിയാതെ ഞമ്മ ജനങ്ങളോട് പറയാതെ വേറെ ഇന്ന് ഇവിടെ ഭക്ഷണം വെച്ചില്ലെങ്കിൽ മറ്റേ വീട്ടുകാർ അറിയാതെ കുറേ വീട്ടുകാരുണ്ട്. ഈ വേസ്റ്റായിട്ട് പോകുന്ന ഒരു അധികാരികളെ ആരെങ്കിലും തീരുമാനിച്ചിട്ട് നിങ്ങൾ ഈ സാധനത്തിനെല്ലാം ഒരു 10 കിലോമീറ്റർ 20 കിലോമീറ്ററിന്റെ ഉള്ളിൽ ആരെല്ലാം വിഷമത്തിലുണ്ട്, ഏടെല്ലാം അനാഥാശ്രമമുണ്ട്, ആരെല്ലാം കൊണ്ടുപോയിട്ട് ഇരുന്നത് ഇങ്ങനെ ഓവറുള്ളതെല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്തൂടെ? ഇനിയിപ്പോൾ ആരും കൊണ്ടുവന്നങ്ങനെ. അപ്പോൾ എല്ലാം മാർക്സിസ്റ്റുകാർ കട്ടുമല്ലോ, ലീഗുകാർ കട്ടുമെന്ന് പറയും, കോൺഗ്രസ്സുകാർ കട്ടുമെന്ന് പറയും. അപ്പോൾ അതല്ല, അധികാരികൾ അതിനെ നിയമം ബന്ദോബസ്താക്കണം. ഈ സാധനം വരുമ്പോൾ ആർക്ക് അധികാരമുണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ? ഇന്ന ജാഗക്ക് ആർത്തൊരു കടലാസ് വേണം, ഇന്ന ജാഗക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഇന്ന സമയത്ത് അത് പഞ്ചായത്ത് അധികാരികൾ നിങ്ങൾ ആരെങ്കിലും അതിനെ ഉത്സാഹിച്ചിട്ട് അതിനുള്ള ബന്ദോബസ്താക്ക്. കാരണം ഗൾഫിൽ നിന്ന് പൈസക്കാർ കഴിവില്ലാത്ത ആളുണ്ടാകും, കഴിവുണ്ട ആളുണ്ട്, അന്നന്ന് നയിച്ച് ജീവിക്കുന്ന ആളും ഇതിലൊക്കെ പൈസ ₹1 പോലും പാവങ്ങളെ ഇല്ലാത്ത പൈസ ഉണ്ടാവില്ല. ആ പാവങ്ങളെ ചോര കലങ്ങിയ പൈസ എന്തിനു മക്കളെ ഇതിനെ പിന്നെ ചീഞ്ഞിട്ട് പൊട്ടായിട്ട് പോകുന്നത്? ആ സാധനത്തിന് നിങ്ങൾ ആർക്കെങ്കിലും പൈസ ആൾക്ക് എത്തിച്ചൂടെ? ഇതിപ്പോ ഞമ്മ കണ്ടത് ഒരു ക്യാമ്പിന്റെ അല്ലേ, എത്ര ക്യാമ്പ് ഉണ്ടാവും സാർ ഈ സാധനത്തിനല്ലേ എന്തിനു വേസ്റ്റാക്കുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആശ്രമത്തിൽ ഒരുപാട് അച്ഛനും അമ്മ പിന്നെ ഇത് അച്ഛനെ അമ്മനെല്ലാം കൊണ്ടിളക്കിയ കുറെ ആളുണ്ട്, ഉമ്മാനി ഉപ്പാനി കൊണ്ടാക്കിയ ആളുണ്ട്. മക്കൾക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മക്ക പയ്യ അനുഭവിക്കൂന്ന്. ഈ മക്കളെ മക്ക പയ്യ ലാസ്റ്റ് കൊണ്ടാക്കും, അച്ഛനെയും അമ്മനെയോ ഉപ്പാനും ഉമ്മാനല്ലോ. അപ്പൊ അങ്ങനത്തെ ജാഗ നോക്കിയിട്ട് പാവങ്ങളെ നോക്കിയിട്ട് ഇതെല്ലാം കൊണ്ടുകൊടുക്കും സാറേ. ഇതിനെല്ലാം അധികാരികൾ ഒരാളെ ഏൽപ്പിക്കും. എല്ലാ നാട്ടുകാരും പിന്നെ ഇത് മുസ്ലിം ലീഗ് ആയെങ്കിലും പിന്നെ കോൺഗ്രസ് ആയെങ്കിലും മാർക്സിസ്റ്റ് ആയെങ്കിലും എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനെ ഒരു ഇടപെടണം. പിന്നെ ഒരാൾ കട്ടിട്ട് കൊണ്ടുപോയി കുറെ കൊണ്ടുപോയി ജോറ് കൊണ്ടുപോയി ചെല്ലാനാക്കണ്ടാന്ന് അധികാരികൾ എല്ലാവരും കൂടെ ഇതിലേക്ക്. ഇനി രാഷ്ട്രീയം ഇല്ലാന്ന്. ഓക്കെ, കാസർഗോഡ് നിന്ന് കിട്ടി മുഹമ്മദ്.